ചില രക്ഷകർത്താക്കൾ ചോദിക്കാറുണ്ട്, ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു വീട്ടിലുള്ള 2-3 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരോടും ഒരേ രീതിയിലുള്ള പെരുമാറ്റ രീതി അവലംബിക്കാൻ കഴിയുമോ എന്ന്. പലപ്പോഴും കുട്ടികൾക്കാണ് ഈ പ്രശ്നം നേരിടുന്നത്. അവർ പറയാം, ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനോടാണ്, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവരോടാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ മകനാണ് ഇവൻ, അല്ലെങ്കിൽ അമ്മയുടെ മകനാണ് ഇവൻ എന്നുള്ള രീതിയിലൊക്കെ മറ്റു കുട്ടികൾ പരസ്പരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഏതെങ്കിലും പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടാണോ? പാരൻറ്റിങ് സ്റ്റൈലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയാൽ ഇതിന് പരിഹാരമാകുമോ എന്നൊക്കെ ചിലർ ഉന്നയിക്കാറുണ്ട്. ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ട്, മാതാപിതാക്കൾക്ക് 3 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരുടെയും സ്നേഹത്തിന് വിധേയമായി വലിയ ലാളനയോടുകൂടി വളരുന്ന ഒരു കുട്ടിയായിരിക്കും അവൻ. രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോഴേക്കും മൂത്ത കുട്ടി കുറച്ചുകൂടി വളർന്നു വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ചുകൂടി സ്നേഹം കൊടുക്കാൻ തുടങ്ങുമ്പോൾ മൂത്ത കുട്ടിക്ക് ആകെ വിഷമമായി മാറും. അവനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ചിലപ്പം രണ്ടാമത്തെ കുട്ടിയോട് വലിയ സ്നേഹമൊന്നും അവൻ കാണിക്കില്ല. ഇനി മൂന്നാമതൊരു കുട്ടി കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇളയ കുട്ടിയായി വീട്ടിൽ വളരുകയാണെങ്കിൽ എല്ലാവിധ സ്നേഹവും അവനും കിട്ടും. തത്വത്തിൽ ഈ കുട്ടികൾ തമ്മിൽ, ഒരു വീട്ടിലെ 2-3 കുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിൽ തന്നെ അവർക്ക് പരസ്പരം സംശയമായി തോന്നും. ഈ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്, എന്നോടാണോ മറ്റേ ആളോടാണോ എന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. രക്ഷകർത്താക്കൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഉത്തരം വളരെ വ്യക്തമാണ്. പലപ്പോഴും മാതാപിതാക്കൾ രണ്ടുപേരും കുട്ടികളോട് ഒറ്റക്കെട്ടായ ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത്? ചില വീടുകളിലെങ്കിലും കാണും, എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ മാതാവ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടി പിതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയോ, എന്നെ ഉമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ പിതാവ് നേരെ തിരിച്ച് മറ്റൊരു ചോദ്യം ഉമ്മയോട് ചോദിക്കും, നീ എന്തിനാണ് എൻ്റെ കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പാരൻറ്റിങ്, ഉത്തരവാദിത്വമുള്ള രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ, അത് എത്ര കുട്ടികളായിക്കൊള്ളട്ടെ, മാതാപിതാക്കൾ ഒറ്റക്കെട്ടായി ഒരേ സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കും സ്ഥാനമില്ല, അല്ലെങ്കിൽ ലിംഗവ്യത്യാസങ്ങൾക്ക് സ്ഥാനമില്ല. ആൺകുട്ടികൾക്ക് ഒരു അധീശത്വമോ പെൺകുട്ടികളെ താഴ്ത്തിക്കെട്ടലോ ഇതൊന്നും തന്നെ ശരിയായ ശാസ്ത്രീയമായ സമീപനമല്ല. കുട്ടികളാണ്, അവർ മാലാഖമാരായിട്ടാണ് ജനിക്കുന്നത്. മരത്തവളകളാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾക്കാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൽ ഏറ്റവും നിർണായകമായ സംഗതി.